ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അമൽചേട്ടൻ രാവിലെ പല്ല് വയ്ക്കാൻ വേണ്ടി പോകുന്നു. ചിക്കു അതാണ് അപ്പുറത്തേക്കാണ് അപ്പു. ശ്രീകുട്ടൻ ഉറക്കം എണീറ്റില്ല, ഉറക്കം കണ്ണച്ചേട്ടൻ മണിക്കുട്ടൻ. അപ്പോൾ നമ്മൾ വീണ്ടും മറയൂർ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ റെഡിയായി ബൈക്കിലെടുക്കവിടെ ചൂടും ചിക്കൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. മറയൂർ പോകണം. ആ ചിക്കു കണ്ണച്ചേട്ടൻ ശ്രീകുട്ടൻ നമ്മൾ ടീം മെമ്പേഴ്സ്. ചേട്ടാ രാവിലെ തന്നെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ പോവാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്ത് പറഞ്ഞത് ചിക്കു മസാല ദോശ. അതിലുപരി സനുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. സനുവിന് വിഷയം ശ്രീകുട്ട രാവിലെ ഹാപ്പി ബർത്ത്ഡേ സനു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു സനുവിൻ്റെ ബർത്ത്ഡേ കേൾക്കാം. മറയൂർ പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, തേയില പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇവരിനി ഇതുകൊണ്ട് തേയില ഫാക്ടറിയിൽ കൊടുക്കും, അവിടുന്ന് സാധനങ്ങൾ എടുക്കും. കണ്ടോ ഈ ചാക്കിലൊക്കെ അവർ തേയില എടുത്തു കഴിഞ്ഞു, സെറ്റ് വെച്ചു. ഇനി ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. ഇത്രയുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്ന് മുകളിൽ വരെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ജഗ്രാന്ത. ഇത് കാണാനാണ് നമ്മൾ ഇവിടെ മറയൂർ എത്തിയത് ശരിക്കും കേട്ടോ. ജഗ്രാന്ത ഇനി അങ്ങോട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയുണ്ട് വേണ്ടിയാണ് നമ്മളൊന്ന് ഇപ്പോൾ ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഫോണിൽ എത്ര ഭംഗി ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നേരെ കാണാൻ ഒരു രക്ഷയില്ല, കിടിലം. തൊട്ട് താഴെയുണ്ട്, അവിടെ കണ്ട അവിടെയുണ്ട് ഈ ജഗ്രാന്ത പൂത്തിക്കുന്നത്. அவர் தூக்கத்தில் அந்த அவங்க கரண்ட் போஸ்ட்டுக்கு வருங்க அங்கு அந்த அதுக்கு அடுத்த போஸ்ட்ல இருந்து அப்படியே அடிச்சு வந்து இங்கே திருவனந்தபுரம் போஸ்ட் இருந்துச்சு, அதை அடிச்சு அந்த குப்பை தொட்டி அடிச்சு அப்படியே வண்டி போயிடுச்சு. யாராவது ஒரு ஆள் கூட வெளியே விடல, எல்லாம் காருக்குள்ள தான். நாங்கள் தான் மேலே வந்து போயிட்டு இது அபகடம் யாருக்கெல்லாம் சேதம் கிடையாது. இல்லை இல்லை ഒരു വർഷം ആവും. 1.5 വർഷം. എല്ലാവരും ഇവിടുന്ന് ആശുപത്രി കൊണ്ട് സേഫായി എല്ലാം ഇങ്ങിருந்து ഇங்கே കൊണ്ട് ഇങ്ങിருந்து ജീവിച്ചു. ഓ എൻ്റെ പേരെന്തോന്നു ചേട്ടാ? ചേട്ടാ இப்போ ശരിക്കും எனக்கு தெரிஞ்சு இது வந்து வாகை மரம்னு தான் சொல்லுவாங்க. அதுக்கு வேற பேர் இருக்கா என்னன்னு தெரியல. വാഹ ഇവിടെ എല്ലാവരും അതാണ് പറയണം. കനത്ത മഴ കാരണം നമ്മളടുത്ത് ഒരിടത്ത് ഒതുങ്ങി നിൽക്കുകയാണ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് എങ്ങനെയുണ്ട്? പറയാനുണ്ട് ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ഇടയ്ക്ക് ചോദിക്കില്ല. നമ്മളാ ട്രിപ്പ് എപ്പോഴും സെറ്റായിരിക്കും, അടിപൊളിയാണ്. മഴ മാത്രമേ ഉള്ളൂ. ചെക്കാണ്ട നമ്മൾ ഇവിടുത്തെ സാധാരണ പറയും. നമ്മൾ ചെക്കാന്ത ആൾക്കാരാണ്. ഇവര് മീൻ പിടിക്കാൻ നമ്മളെ CBSE ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഊണ് ഓർഡർ ചെയ്തു. കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു ഫുഡ് കഴിക്കണം അല്ലേ നമ്മൾ ചേട്ടാ? ഒരു ഹോംലി ടച്ച്. ചൂടാ ഫുഡ് എങ്ങനെ ഉണ്ട്? അനന്തടാ സെറ്റല്ലേ? ഫുഡ് സെറ്റല്ലേ? ചിക്കൻ ഇവിടെ ചെറുക്കൻ
നമ്മൾ ഈ കുരങ്ങന്മാരെ കണ്ട നമ്മൾ മറയൂർ റൂട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ മരം കണ്ടത്. കുറേ പിള്ളേരും ഫാമിലിയോടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി കാന്തല്ലൂരിൻ്റെ അകത്തോട്ട് പോകാൻ നമുക്ക്. നമ്മൾ പുറത്തായിരുന്നു, ഇനി നമ്മളിനി അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ടീംസൊക്കെ ബാക്കിൽ എത്തിയിട്ടുണ്ട്. വിഷമകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോ. നമ്മൾ പറഞ്ഞ വഴിക്ക് നമ്മളെ വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയി. പക്ഷെ നമ്മൾ ചിലവരൊന്ന് റെഡിയാക്കി. വണ്ടി ചെറിയ പീസിൻ്റെ ചെറിയ വിഷയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ കടയിൽ വന്ന്, പക്ഷെ കട അടച്ചിരുന്നു. നമ്പറിൽ വിളിച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ആണ് നമ്മളെല്ലാവരും. സണ്ണിൻ്റെ എക്സ്പ്രഷൻ നോട്ട് അടുത്ത് കണ്ടിട്ടുണ്ട്. കണ്ടിടാ കറക്റ്റ് മൂക്കിൽ അടിച്ചു കയറ്റണോ? അത്ര അങ്ങനെയൊക്കെ ചിക്ക് വലിച്ച് തുളസിയില്ലേടാ, തുളസി തുളസി തുളസിയടാ മണപ്പിച്ചു നോക്ക്. നേരെ നേരെ മണപ്പിച്ചു നോക്ക്. ഒരു വ്യൂ പോയിന്റ്. ഇവിടെയാണ് ഭ്രമര സിനിമ ഷൂട്ട് ചെയ്തത്, മോഹൻലാലിൻ്റെ. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മുടെ ടീംസുമായിട്ട്. ആ ചിക്കുൻ്റെ അടുത്തുള്ള ചർച്ചയാണ്. ഹെൽമെറ്റ് ഒക്കെ കൂടെ. ഇതൊരു ഏർമാടാണ് ദേശം. അതെ, ഏർമാടത്തിൽ കയറുന്ന ആൾക്കാർ ഈ പോയിന്റിലോട്ട് പോവുകയാണ്. ആ സിനിമയുടെ സ്ഥലം എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ മോഹൻലാൽ മരിച്ച സ്ഥലത്തെത്തുന്നത്. ചുമ്മാടാ, നീ വിശ്വസിച്ചത്. ഇതാണ് ആ വ്യൂ പോയിന്റ്. വെള്ളച്ചാട്ടം അപ്പുറത്തെ റോഡ്. ഓ, ഇതാണ് വ്യൂ പോയിന്റ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്തൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ താപ്പിളൊക്കെ ഉണ്ട്. ഓ, അതിന്റെ എന്നടാ, കുറച്ച് പൂക്കളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എവിടെ ആപ്പിൾ? ആ, മേലെ ആവർത്തിക്കില്ലേ? ആപ്പിൾ, ആപ്പിൾ മരം, ആപ്പിൾ മരം. ആ, ഈ പയ്യനാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്. പിന്നെ ഹലോ, വീട് വെക്കുന്നതാണ് കേട്ടോ. ചെളിയൊക്കെ അടിച്ച് ഈ നാട്ടിൽ ഇത് ഒക്കാൽസ്യം മരം ഞങ്ങള് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. സൂപ്പറാ. സാമ്പിൾ അൽവ. അതെ, വളരെ ഫേമസ് മറയൂർ ശർക്കര. മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന വൃക്ഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചൂടാക്കി പെട്ടെന്ന് ശർക്കര ഇതിലോട്ടാക്കും. പറഞ്ഞോ ശർക്കര ഉണ്ടാക്കുന്നത് നമ്മൾ കാട്ടിൽ നിന്ന് കരിമ്പ് വെട്ടിക്കൊണ്ട് വന്ന് അപ്പുറത്തൊരു വലിയ മെഷീനുണ്ട്. ആ വലിയ മെഷീൻ ജ്യൂസ് അടിച്ച് അതിൽ തന്നെ ഒരു പമ്പ് വെച്ചിരിക്കുക. ആ പമ്പ് ഇരിക്കുന്നത് ഈ വലിയ ഈ ശർക്കര ചെമ്പ് എന്ന് പറയാം. ആ ചെമ്പിനകത്ത് വിട്ട് 4 മണിക്കൂർ പായസം പോലെ കുറുകി വരും. അപ്പോൾ നമ്മളതിൻ്റെ പാകം നോക്കി എടുത്ത് വെള്ളത്തിൽ വെച്ച് നോക്കി ഉരുളുന്ന പാകം നോക്കിയിട്ട് പാകമായി കഴിയുമ്പോൾ ഈ വാൽവ് തുറക്കും. ഈ വാൽവ് തുറന്ന ഈ പാത്തി വഴി പാകം ആയിരിക്കുന്ന അരിപ്പുണ്ടോ, കിലോ 90 രൂപ. നമ്മുടെ ശർക്കരയ്ക്ക് അതൊരു 100% കരട് കാണത്തില്ല. ഇതിനകത്ത് ഒരു 1/2 മണിക്കൂർ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ പരിവാകും. ഈ പരിവായി
കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കൈ മുക്കി ഉരുട്ടി വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു 70 ഡിഗ്രി ചൂടുണ്ട് ശർക്കരയ്ക്ക്. പിന്നെ ഇതിനകത്ത് ഈ ഉരുട്ടിയിട്ടിട്ട് ഒരു 1.5 മണിക്കൂർ കിടന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് പായ്ക്കുക. ആ പറഞ്ഞ ശർക്കരയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ശർക്കര. അല്ല ശർക്കരയൊക്കെ വെച്ച് നമ്മളിവിടുന്ന് പോവുകയാണ്. പോകുമ്പോ കാണിച്ചേട്ടൻ പർച്ചേസ് പാപ്പി വീട്ടിലത്തേക്ക് 1 ലോഡ്. ഇനി 1 വർഷത്തേക്കുള്ള സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചെന്നാണ് അറിയുന്നത്. കവറ് ശർക്കര. അപ്പോൾ മണിക്കുട്ടൻ ഇവിടെ എത്തിയപ്പം മറയൂർ കയറിയപ്പോഴത്തേക്കും ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളം ഒഴിക്കുന്നു തേയിലകൾക്ക്. നൈസല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രി വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം